പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ സിപിഐയും സിപിഐഎമ്മും നേർക്കുനേർ. പിണറായിക്ക് എല്ലാം താനെന്ന ഭാവമെന്ന് ജനയുഗത്തിൽ എഴുതിയ സത്യൻ മൊകേരി കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ മുന്നണി മര്യാദയുടെ ബാലപാഠം മറന്നുവെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് ആഞ്ഞടിച്ചു. സിപിഐ നേതാക്കളുടെ വിമർശനത്തിനെതിരെ സിപിഎം സംസ്ഥാന സമിതി അംഗം വി ശിവൻകുട്ടി രംഗത്തെത്തി. പ്രതിപക്ഷ ഉപനേതാവായി സിപിഐഎം നേതാവ് വരുമെന്ന പിണറായി വിജയന്റെ പരസ്യ പ്രസ്താവനയിൽ ഉലയുകയാണ് ഇടതുമുന്നണി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പിന്നാലെ സിപിഐ നേതാക്കളെല്ലാം പിണറായിക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തുന്നു. പിണറായി വിജയന്റെ ഏകപക്ഷീയ നിലപാട് അംഗീകരിക്കില്ലെന്ന് സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് റിപ്പോർട്ടറിനോട്. സിപിഐ ആവശ്യപ്പെട്ടത് അർഹമായ പദവിയാണെന്ന് കെ രാജൻ. അതൊരു മുന്നണി മര്യാദയ്ക്ക് ചേരുന്ന ഒരു കാര്യമല്ല. ഏകപക്ഷീയമായ ഒരു നിലപാട് പറയുക, അഭിപ്രായം പറയുക എന്നത് ഒരു മുന്നണിയുടെ നേതാവിന് യോജിക്കുന്നതല്ല. അർഹതയല്ലാത്ത ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തുടർ കാര്യങ്ങൾ എന്തുണ്ട് എന്ന് പാർട്ടി കമ്മിറ്റിയാണ് തീരുമാനം. പിണറായിയുടെ പ്രസ്താവന LDFനെ ദുർബലപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതി. എല്ലാം താനെന്ന ഭാവം കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ല. ഉപനേതാവ് പദവി പിണറായിക്കൊറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും ജനയുഗത്തിലെ ലേഖനത്തിൽ വിമർശനം. മുന്നണി മര്യാദ ലംഘിച്ചത് CPI ആണെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി തിരിച്ചടിച്ചു. മുന്നണി വിഷയങ്ങൾ പത്രത്തിലെഴുതുന്നതും പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചതും ശരിയല്ല. മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെയല്ല ചർച്ച ചെയ്യേണ്ടത്. പത്രങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മറുപടി പറയേണ്ടി വരും. ഉപനേതാവ് വിഷയത്തിൽ പിണറായിയെ കേന്ദ്രീകരിച്ചാണ് CPI നേതാക്കളുടെ വിമർശനം. പിണറായി വിജയൻ നിലപാട് മാറ്റിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് പാർട്ടിയിലെ ആലോചന. റിപ്പോർട്ടർ, ദില്ലി.